പത്രികാ സമർപ്പണം കഴിഞ്ഞിരിക്കുകയാണ്. ഇനിയിപ്പോൾ തിരക്കിട്ട പ്രചരണത്തിന്റെ ദിവസങ്ങളാണ്. താരപ്രചാരകരൊക്കെ രംഗത്തെത്തും. CPM-നെ സംബന്ധിച്ചിടത്തോളം മുഖ്യമന്ത്രി തന്നെയാണ് അവരുടെ താരപ്രചാരകൻ. എന്തായാലും 10 വർഷത്തെ വികസന നേട്ടങ്ങൾ എണ്ണിപ്പറഞ്ഞ LDF-ന്റെ ജില്ലാതല പ്രചാരണങ്ങൾക്ക് തുടക്കം കുറിച്ചിരിക്കുകയാണ് മുഖ്യമന്ത്രി പിണറായി വിജയൻ. കോൺഗ്രസിനെയും BJP-യും കടന്നാക്രമിച്ചായിരുന്നു പത്തനംതിട്ടയിൽ മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. ശബരിമല വിഷയം LDF-ന് തിരിച്ചടിയാകില്ലെന്ന് മുഖ്യമന്ത്രി വ്യക്തമാക്കി. തിരുവല്ലയിൽ നിന്നായിരുന്നു മുഖ്യമന്ത്രി പിണറായി വിജയന്റെ തിരഞ്ഞെടുപ്പ് പര്യടനത്തിന് തുടക്കം. LDF സർക്കാരിന്റെ കാലത്തെ ഭരണ നേട്ടങ്ങൾ ഓരോന്നായി മുഖ്യമന്ത്രി എടുത്തു പറഞ്ഞു. ആരോഗ്യമേഖലയുടെ നേട്ടങ്ങളിലൂന്നിയായിരുന്നു മുഖ്യമന്ത്രിയുടെ വാർത്താ സമ്മേളനം. സാധാരണക്കാരോടുള്ള LDF സർക്കാരിന്റെ കരുതൽ ഏറ്റവും വ്യക്തമായ മേഖലയാണ് ആരോഗ്യമേഖല. ഇവിടെ LDF UDF ഭരണകാലയളവിലെ ആരോഗ്യരംഗത്തെ നേട്ടങ്ങളുടെ താരതമ്യം നന്നാകും. ഇത്തരമൊരു മാറ്റം എത്രത്തോളം വലുതായി ഉണ്ടായി എന്നത് മനസ്സിലാക്കാൻ ആ താരതമ്യം സഹായിക്കും. ശബരിമല വിഷയം UDF-ഉം BJP-യും പ്രചരണമായുധമാക്കിയാലും അത് LDF-നെ ബാധിക്കില്ല. പത്മകുമാറിനെതിരെ പാർട്ടി നടപടി സ്വീകരിച്ചെന്നും മുഖ്യമന്ത്രി പറഞ്ഞു. ശബരിമല വിഷയത്തിൽ ഒരു കാര്യം വ്യക്തമാണ്. LDF സർക്കാർ കൃത്യതയോടെയാണ് നിലപാടുകൾ സ്വീകരിച്ചിട്ടുള്ളത്. പത്മകുമാറിന് ജാമ്യം കിട്ടി. ജാമ്യം കിട്ടിയ ഉടനെ ഞങ്ങൾ ചെയ്തത് അദ്ദേഹത്തെ എല്ലാ ഉത്തരവാദിത്തങ്ങളിൽ നിന്നും മാറ്റി നിർത്തുകയാണ്. മാറ്റി നിർത്തിക്കൊണ്ട് അന്വേഷണം നടക്കുകയാണ്. ഇപ്പോൾ അതിന്റെ ഭാഗമായിട്ടാണ് മറ്റു തീരുമാനങ്ങൾ ഉണ്ടാവുക. ഇപ്പോൾ ആ സ്ഥിതിയിലാണ് കിടക്കുന്നത്. G. സുധാകരനുമായി ബന്ധപ്പെട്ട ചോദ്യത്തോട് മുഖ്യമന്ത്രി പ്രതികരിച്ചില്ല. പത്തനംതിട്ട ജില്ലയിലെ 5 നിയോജക മണ്ഡലങ്ങളിലും മുഖ്യമന്ത്രി പര്യടനം നടത്തും. 24 പത്തനംതിട്ട. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.